ഹലോ നമസ്തേ. ഞാനിന്നിവിടെ ആഡ് ചെയ്യുന്ന സ്റ്റോറി എന്ന് പറയുന്നത് എൻ്റെ ക്ലാസ്സിലെ ഒരു മെമ്പറുടെ ആണ്. അവർ എൻ്റെ അടുത്ത് വരുന്നതിന് മുമ്പ് അവരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ സൂസൈഡ് അറ്റംപ്റ്റിന് പലതവണ ഉണ്ടായിരുന്ന ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ടോ മക്കളുടെ ഭാഗ്യം കൊണ്ടോ രക്ഷപ്പെട്ട ഒരു ചേച്ചിയാണ്. അപ്പോൾ അവർ എൻ്റെ ക്ലാസ്സിൽ വന്ന ക്വിക്ക് ചേഞ്ച് 5 ദിവസത്തിനുള്ളിലാണ് അവരുടെ ലൈഫ് ചേഞ്ച് മാറിയത്. അത് നിങ്ങളിലേക്ക് കൂടെ അവർ ഷെയർ ചെയ്യാണ്. ഓക്കെ, അതിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നത്. ഇവരുടെ വീഡിയോ മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് അവർക്ക് ഉണ്ടായ ഒരുപാട് വലിയ മാറ്റമാണ്. എനിക്ക് താങ്ക്സ് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് എൻ്റെ ക്ലാസ്സിൽ വന്നിട്ട്. ഓക്കെ, അപ്പോൾ ആ സ്റ്റോറി എന്താണെന്ന് നമുക്ക് അവരുടെ ഇതിൽ കേൾക്കാം. ഓക്കെ, താങ്ക്സ്. ഫുള്ളായി കാണണേ. എല്ലാം നല്ല സുഖമായിട്ട് പോണു. പ്രശ്നങ്ങളൊക്കെ ഏകദേശം സോൾവ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് നല്ല വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യാസമുണ്ട്. വിളിയില്ല, വഴക്കില്ല, നല്ല എന്നുവെച്ചാ ഒരു എന്നെ കാണുമ്പോ അറിയില്ലേ ഒരു ഹാപ്പിനെസ്. തീർച്ചയായും ആ ചിരി ഉണ്ട്, അതന്നെ വലിയ സന്തോഷം. ടെൻഷൻ ഇല്ല, തീരെ ടെൻഷൻ ഇല്ല. എന്നുവെച്ചാൽ എന്തും ഓപ്പണായിട്ട് പറയാം എന്നുള്ളൊരു ലെവലിലേക്ക് എത്തി. മറ്റേത് ഇന്നത്തെ ദിവസം രാവിലെ എനിക്കും അയ്യോ എന്തിനാണാവോ എന്നുള്ളൊരു ആ ഒരു മെന്റാലിറ്റി ഉണ്ടായിരുന്നു. ഭയങ്കര ടെൻഷൻ, ഉറങ്ങണ വരെയും ടെൻഷനാണ്, പിടിച്ചെടുക്കുന്ന ഒരു പ്രതീതി ഉണ്ടായിരുന്നു. അപ്പൊ അതില്ല, വളരെ കൂളാണ്. എന്നുവെച്ചാ ഞാൻ പറഞ്ഞേ ചീത്തവിളികളില്ല. അന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഞാൻ പറഞ്ഞ ഇത് വേറെ അതൊന്നും ഉണ്ടായിട്ടില്ല. ആള് ബാംഗ്ലൂർ പോയിരിക്കണം. ഒരു ഫുഡ് കമ്പനിയുടെ ഒരു സ്റ്റാർട്ടപ്പിന്റെ ഒരു ചെറിയ ഇതുകൊണ്ട് അവിടെ പോയിട്ടുണ്ട്, വന്നിട്ടില്ല. നാളെ കാലത്തെത്തുന്ന് വിചാരിക്കണം. എന്തായാലും ജോലി ശരിയാവട്ടെ, ഞങ്ങളും പ്രാർത്ഥിക്കാം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇത് ഏകദേശം ആയാൽ മാത്രമാണ് ഇവിടെ നിൽക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ വീണ്ടും ഖത്തർ തന്നെ തിരിച്ചു പോണം. ശരിയാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓട്ടം തന്നെയാണ്. ബോംബെ അല്ലെങ്കിൽ ബാംഗ്ലൂര്, പിന്നെ ചിലപ്പോ ദുബായ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ എന്നാലും ഞാൻ പോലെ മുപ്പതൊക്കെ ഒരു സമാധാനം ഉണ്ടെന്ന് തോന്നുന്നു. കുറെ കാര്യങ്ങളില് ഇപ്പൊ ഞാൻ പോലെ മോളായിട്ടൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. അവളായിട്ടൊക്കെ നല്ലോണം സംസാരിക്കുന്നുണ്ട്. ഡെയിലി അവളും അതേ വിളിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ പഴയ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കണം. നഷ്ടപ്പെട്ട് പോയ ആ ലൈഫ് തിരിച്ചു വരണം. ഭയങ്കര സന്തോഷം. നിങ്ങളുടെ റിസൾട്ട് ആണ് എന്റെ സക്സസ്. സത്യം. കാരണം എന്താ വെച്ചാൽ അറിയാലോ, കാരണം 6 വർഷം മുൻപ് 2019 വരെ ഞങ്ങളുടെ ഒരു ലൈഫ് വേറെ ഫുള്ള് പോലെ തന്നെയായിരുന്നു. ഭയങ്കര ഹാപ്പിനെസ്സും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറയാ, കൂടുതലും ഒരു കുറച്ചു നേരത്തേക്ക് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ അതിനുശേഷം എങ്ങനെയൊക്കെ മാറി മറിഞ്ഞ് രണ്ട് തലങ്ങളിലേക്ക് പോയി. അവസാനം എന്ന് പറഞ്ഞ സംഭവം ഇല്ലാത്തൊരു ലൈഫിലേക്ക് പോയി. നല്ല വ്യത്യാസം. ഞാൻ അംബ്ലിസിറ്റോട് പറഞ്ഞു ഒരു 80% മാറി. പിന്നെ എല്ലാരും 100% ഒന്നും ആവില്ലല്ലോ. അതുകൊണ്ട് ഓരോരുത്തർക്ക് ഓരോ ജീവിത രീതിയിൽ ജയിച്ചു വന്നവരല്ലേ. എനിക്കും ഉണ്ടാവുമല്ലോ അങ്ങനത്തെ കുറവുകളൊക്കെ. അപ്പൊ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ വഴക്കില്ല, ഇങ്ങോട്ടും വഴക്കില്ല. എല്ലാ കാര്യങ്ങളും തമാശ രീതിയിൽ തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്യുന്നുണ്ട് ഞങ്ങൾ. ചീത്ത പറയണമെങ്കിൽ തമാശ രീതിക്ക് പറയുന്നു. അങ്ങനെ ആയിരുന്നു. അതിലേക്ക് തിരിച്ചു വന്നു എന്ന് തന്നെ വിചാരിക്കണു. ഒരു മൂപ്പര് ഭയങ്കര ഹാപ്പി ആയതുകൊണ്ടെന്ന് അറിയാം, ആ മനസ്സിലെ ഭാരം പോയി. ഒരു കല്ലെടുത്ത് വെച്ചൊരു പ്രതീതി ആയിരുന്നു പണ്ട്. ഒരു പുറത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പൊ വിളിക്കുവോ, വിളിച്ചിട്ട് എന്ത് പറയും, അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ അതില്ല. ഇപ്പൊ കഴിഞ്ഞാ ഒരു ബ്രൈറ്റ് ആയില്ലേ ലൈഫ്. കുറച്ച് ഡാർക്ക് ഒക്കെ മാറി ബ്രൈറ്റ് ആയിട്ട് വരുന്നുണ്ട്. അതെ, ബ്രൈറ്റ് ആയിട്ട് വരുന്നോണ്ട് ആ ഒരു നമുക്ക് ടെൻഷനിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴും ഫ്രീ ആയിട്ട് ചെയ്യുമ്പോഴും ഒരു വ്യത്യാസം. ആ ഒരു വ്യത്യാസം നല്ലോണം ഉണ്ട്. ഇനി അടുത്ത നമ്മുടെ ഗോള് ജോലി. അതെ, കാരണം എന്താ വെച്ചാൽ ഞാനൊരു 10-25 ഗോൾ എഴുതിയതിൽ ഇങ്ങനെ അമ്പലിച്ചിട്ട് പറഞ്ഞു ഒരു 6 എണ്ണത്തോളം എനിക്കിപ്പോ സക്സസ് ആയിട്ടുണ്ട്. ഞാൻ പോലെ ഞാൻ ജോയിൻ ചെയ്ത ഉടനെ എന്റെ വണ്ടി, പിന്നെ ഒരു ചെറിയത് ഞാൻ പോലെ രാവിലെ പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. ഞങ്ങൾ പൊതുവെ അങ്ങനെ കഴിക്കാറില്ല, ദൂരെ പോകുമ്പോഴും മാത്രമല്ല. ഇവിടെ അങ്ങനെ ചെയ്യാറില്ല. പ്രാവശ്യം വന്നപ്പോ അത് നടന്നു. എന്റെ മോൾക്ക് ഫുൾ A+ വേണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അത് നടന്നു. പിന്നെ മൂപ്പര് ശരിയാവണമെന്നുണ്ടായിരുന്നു, അത് ഓക്കെ ആയി. അങ്ങനെ എന്താ പറയാ, കൊറേ അധികം കാര്യങ്ങള്, ഒരു 6 കാര്യണ്ട്
ഗോളിൽ എനിക്ക് സക്സസ് ആയിട്ടുണ്ട്. ഓക്കെ കണ്ടിന്യൂ ചെയ്ത് പോണു. നല്ല സമാധാനമുണ്ട്, സത്യം പറയാലോ, സമാധാനമുണ്ട്. ഒരു റിലീഫ് എന്ന് പറയില്ല, നമുക്കൊരു ആശ്വാസം. അല്ലെങ്കിൽ ഇത് വിളിക്കണമെന്ന് പറയുമ്പോ ടെൻഷനില്ല, മറ്റേത് വിളിക്കണമെന്ന് പറയുമ്പോ ടെൻഷനാണ്. ഇന്ന് എന്തിനാണാവോ എന്നുള്ളൊരു ടെൻഷനില്ല. കേൾക്കുമ്പോഴേക്കും ദേഷ്യം വരും. നമുക്ക് പൊതുവെ ദേഷ്യം ഇത്തിരി കൂടുതലുള്ള ആളാണ്, ഇത്തിരിയല്ല നല്ലോ. പക്ഷെ ഞങ്ങൾ നേരത്തെ എങ്ങനെയാന്ന് വെച്ചാൽ എനിക്കത് മനസ്സിലാവും. അപ്പൊ കുറച്ചു നേരം കഴിയുമ്പോ ഞാൻ ഓക്കെ സോൾവ് ചെയ്യായിരുന്നു. ഇത് സോൾവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് പോയത്. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊന്ന് പൊട്ടിത്തെറിച്ച് എന്തൊക്കെയാ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു 1 മണിക്കൂർ ക്ലാസ് എടുത്തു കൊടുത്തു. ആ ബ്ലാസ്റ്റിങ്ങോടുകൂടെ കൊറേ സമാധാനമായില്ലേ? വലിയ ബോംബ് പൊട്ടുന്ന പോലെ അങ്ങോട്ട് പൊട്ടിയതാണ്. ഞാൻ പറഞ്ഞില്ല, എന്റെ മനസ്സിൽ 5 കൊല്ലമായിട്ട് ഞാൻ കാര്യത്തിൽ കൊണ്ട് നടക്കുന്നതെല്ലാം അങ്ങോട്ട്, അതായത് ഞാൻ എന്താണ്, എനിക്ക് ഇങ്ങനെയാണ് ആക്കുന്നത്, ഞാൻ അങ്ങോട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചു. പക്ഷെ അതോടുകൂടെ എനിക്ക് തോന്നുന്നു അതിലൂടെ ആയിരിക്കും നമുക്ക് മനസ്സിലായി, വളരെയധികം മനസ്സിലായി തോന്നുന്നു. അതിനുശേഷം എന്തെങ്കിലും ഇങ്ങനെ പറയാൻ വന്നാൽ വേഗം വിഴുങ്ങും. അപ്പൊ ഞാൻ പറയും പറഞ്ഞോ എന്ന് പറയും. അപ്പൊ പറയും വേണ്ട പറഞ്ഞിട്ട് എന്നിട്ട് തമാശക്കത്ത് വിടും. ശരി. കൊഴപ്പില്ല, വലിയ എന്താ പറയാ, ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോകണമെന്ന് തന്നെ പറയാം. വളരെ സന്തോഷമായിട്ട് പോകുന്നു. രണ്ടുപേരുടെ ലൈഫിലെ സക്സസ് സ്റ്റോറി എനിക്ക് കേൾക്കാൻ ഭാഗ്യമുണ്ടായി. രേഖ ഇതേപോലെ പറഞ്ഞു എല്ലാ കാര്യങ്ങളും. അതായത് വഴക്കുണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ അവള് നിങ്ങള് പോയി മനുഷ്യാന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് മാറും. പിന്നെ ആ പ്രശ്നം അവിടെ തീർന്നു എന്നാണ് പറയണത്. അല്ലെങ്കിൽ ഇവള് ആളൊന്ന് പറയും, ഇവള് രണ്ടാമത് പറയും, പിന്നെ അങ്ങനെ കൊടുത്തു വാങ്ങി അതൊരു വഴക്കായിട്ടിരിക്കും. എന്നിട്ട് അവള് പറയാം, ഞാൻ പറഞ്ഞല്ലോ ആള് ഡ്രൈവിംഗ് പോണ ആളാണ്. അപ്പൊ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൾ ചെയ്യുന്ന സമയത്ത് ആകെ എന്തെങ്കിലും 2 വർത്താനം പറഞ്ഞ് വെക്കാതെ അവൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. എന്താണ് എന്റെ അടുത്ത് അങ്ങനെ സംസാരിക്കില്ല, പുറത്തു പോയാലും സംസാരിക്കില്ല എന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷെ ഇന്നലെ മിഞ്ഞാന്ന് ആള് വിളിച്ചതിന് ശേഷം ഇവള് കറി വെക്കായിരുന്നു അത്ര. അടുപ്പത്ത് കറി വെക്കുമ്പോ ശരി സുനിഷേട്ടാ എന്നാ ശരി കഴിഞ്ഞില്ലേ ചോദിച്ചത്ര. അപ്പൊ നീ എന്താടി നീ ഇങ്ങനെ പറയണത്, നിനക്കെന്താ ഞാൻ സംസാരിക്കണ്ടേന്ന് പറഞ്ഞ് സംസാരിച്ചിട്ട് 38 മിനിറ്റോളം സംസാരിച്ചു. ഇവള് പറഞ്ഞത്ര സുനിഷേട്ടാ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഞാൻ സ്റ്റാറ്റസ് വെച്ചിട്ട് ചോദിച്ചിട്ട് ഞങ്ങള് ഈവൻ കല്യാണം കഴിഞ്ഞ 2007 മുതല് ഏകദേശം 18 വരെ, 19 ഞാൻ പറയില്ല, 19 ഫെബ്രുവരിയിൽ 30 നടത്തി വന്നു. 2018 ഞങ്ങള് വെക്കേഷനിലൊക്കെ ഖത്തറിൽ പോവും. ആ ഒരു ടൈമിലൊക്കെയും ഇല്ലേ ഞങ്ങൾ ഇതുപോലെ തന്നെയായിരുന്നു. അതായത് രാവിലെ എണീക്കണ തന്നെ ഇല്ലേ ഇവരെ വിളിക്കാന്നുള്ളതിലാണ്. അങ്ങനെയാണ് രാവിലെ കഴിഞ്ഞാൽ ഞാനിങ്ങനെ അടുക്കളയില് നമ്മള് ചോറൊക്കെ വളർത്താൻ കിട്ടില്ല, അതിലിങ്ങനെ ഫോൺ വെക്കും, അല്ലെങ്കിൽ ഫ്രിഡ്ജിന്റെ മേലെ ഫോൺ വെക്കും. അപ്പൊ ഞാനിങ്ങനെ വർത്തമാനം പറയണ്ടാവും, ഇങ്ങനെ വർത്തമാനം പറയണ, ഇടയ്ക്ക് അമ്മ വരുമ്പോ അമ്മ കൂടെ വർത്തമാനം പറയും. അങ്ങനെയൊക്കെയായിരുന്നു. ഒരു ദിവസത്തിൽ ഒരു മിനിമം ഒരു 10 തവണ വിളിക്കും. അങ്ങനെയുള്ള ഒരു ലൈഫായിരുന്നു. എന്നിട്ട് എല്ലാരും പറയും പ്രേമിക്കുന്ന സമയത്ത് ആൾക്കാർ ചെയ്യുന്നുണ്ട്, ഇവർക്ക് ഇപ്പോഴും ഇതെങ്ങനെ തന്നെയാ. അപ്പൊ ഞാൻ പറയും ഇതൊക്കെ ദൈവം വെച്ചാൽ ഇതൊക്കെ അങ്ങനെയുള്ള എത്തിക്കട്ടെ എന്ന് പറയും. പക്ഷെ അതിലാണ് ഒരു വലിയൊരു വെള്ളിച്ച വന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു അതില് കുറേയേറെ പ്രശ്നങ്ങൾ എനിക്ക് സോൾവ് ആയിട്ടുണ്ട്. അതായത് മൂപ്പരിപ്പോ രാവിലെ എണീക്കും, ചിലപ്പോ 9 മണിക്ക് വിളിക്കും. അപ്പൊ ഞാൻ ചിലപ്പോ എന്തെങ്കിലും കാര്യം ചോദിക്കാനോ വിളിക്കും, അതായത് എവിടെയെങ്കിലും പോട്ടേന്ന് ചോദിക്കാനോ, എന്റെ കാര്യം ഇട്ട് നമുക്കറിയാലോ സൂത്രപ്പണികളൊക്കെ. അപ്പൊ എന്നോട് ഇപ്പൊ ഇങ്ങനെ നേരത്തെ എങ്ങനെയായിരുന്നു ചോദിക്കുന്നത്, എന്താണാവോ ഈ നേരത്തെ എന്തെങ്കിലും ആവശ്യം ഉണ്ടാവൂലേ ചോദിക്കാറുണ്ട്. ഞാൻ അപ്പൊ പറയാം അതന്നെ വിളിച്ചതെന്ന് പറയും. അപ്പൊ അതേപോലെ രാവിലെ 9 മണിക്ക് വിളിച്ച് എന്താ ഒരു കിണക്ക്, എന്തോ കാര്യം നടക്കാണ്ട്, എന്താ വേഗം പറഞ്ഞോന്ന് പറയും. അതേപോലെ ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ എന്നോട് പറയും നീ ഇന്ന് പോണില്ലേ എന്നിട്ട് ചീത്ത പറയാറുള്ള ആള്. ഇപ്രാവശ്യം എപ്പോഴാ പോണേ, ഞാൻ ബുധനാഴ്ച വ്യാഴാഴ്ച പോണെന്ന് വിചാരിക്കണം. ശരി എപ്പോഴാന്ന് വെച്ചാൽ പോയിട്ട് വന്നിട്ട് സൗകര്യം പോലെ എന്താ ചെയ്യേ എന്ന്. അതേപോലെ മോൾക്ക് ഡ്രസ്സ് കളിട്ട് 10 ഡ്രസ്സൊക്കെ അല്ലേ എന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് എടുക്കാൻ കൊണ്ടുപോയി. അപ്പൊ എന്നോട് ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ചു നീ ഡ്രസ്സ് എടുത്തില്ലേ? ഞാൻ എടുത്തില്ല, ഞാൻ എവിടെയും പോണില്ലല്ലോ, ഞാൻ എടുത്തില്ല. അല്ല ആദ്യം വേണമെങ്കിൽ എടുത്തോ, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പോ, കാരണം ഞാൻ എപ്പോഴും എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്തോന്ന് പറഞ്ഞാൽ ചെയ്യില്ല. എനിക്കത് ഇഷ്ടമല്ല പൊതുവെ, ആർക്കും ഞാനും അങ്ങനെ കൊടുക്കില്ല. വേണമെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യില്ല, ചെയ്യണമെങ്കിൽ നല്ല മനസ്സിലാക്കില്ലേ ചെയ്യാൻ. അപ്പൊ അത് പറഞ്ഞ ഉടനെ വീണ്ടും അല്ല വേണമെങ്കിൽ എന്നല്ല നീ എടുത്തോ, അതുകൊണ്ടല്ല ഞാൻ എടുക്കണില്ല. അതുകൊണ്ട് അതൊക്കെ അവസരം എന്നോട് നിർബന്ധിച്ച് എന്റെ ടോപ്പൊക്കെ എടുപ്പിച്ചു. ഫ്രണ്ട്ഷിപ്പ് എടുത്തോന്ന് പറഞ്ഞ എടുത്തു, ഭക്ഷണം കഴിച്ചു, എന്താ കഴിച്ച് അങ്ങനെ എന്താ ഓർഡർ, ഇങ്ങനെ ഭയങ്കര കൂളായിരുന്നു. ഇതുപോലെ ആയിരുന്നു ഞങ്ങൾ നേരത്തെ.
എല്ലാരും പറയുമായിരുന്നു, ഞാൻ പറയും കണ്ണുപെട്ട പോലെയാണെന്ന്. അതാ ശാപങ്ങളോ ആരെങ്കിലും ഒക്കെ അതൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മുടെ കുറെ ചിന്തകളും ഉണ്ടായിരുന്നിരിക്കാം, ഒന്നും പറയാൻ പറ്റില്ല. ചേച്ചിയുടെ ആവാം, അല്ലെങ്കിൽ ആ ചേട്ടന്റെ ആവാം, അല്ലെങ്കിൽ അമ്മായിമ്മയുടെ ചിന്തകൾ തന്നെ ആവാം, അത് മാനിഫെസ്റ്റ് ആയതാവാം. അമ്മായിമ്മയോ ആരാ പറഞ്ഞ അവരുടെയൊക്കെ മാനിഫെസ്റ്റേഷൻ നടന്നതാവാം. ആ ലൈഫൊക്കെ മാറി എന്നുള്ളതിൽ ഏറ്റവും അധികം സന്തോഷം. എന്തായാലും വലിയ ഞാൻ അമ്പിളിച്ചോട് പറഞ്ഞിട്ടുണ്ട്, അമ്പിളിച്ചേച്ചിയുടെ വീട്ടിലേക്ക് വരുന്നത് ഞാനൊന്ന് വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. അതെനിക്ക്